ഓം ശ്രീ ഗുരുഭ്യോ നമഃ. യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ജനിമൃതി ഭീതി വിനാശന രാമ മുനികുല സോമ ജയ ജയ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. പ്രിയ ശ്രോതാക്കളെ, രാമായണ മാസാചരണത്തിൻ്റെ 27-ാം ദിനമായ ഇന്നത്തെ പാരായണം നമ്മൾ തുടങ്ങുന്നത് യുദ്ധകാണ്ഡത്തിൽ 2347-ാമത്തെ വരിയിലാണ്. 2888-ാമത്തെ വരി കൂടിയ ഭാഗം പാരായണം ചെയ്യണം. അതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഒന്ന് ചുരുക്കത്തിൽ പറയാൻ ശ്രമിക്കാം. കുംഭകർണൻ്റെ മരണവാർത്തയറിഞ്ഞ് രാവണൻ മോഹിച്ചു വീണു. ബോധം തെളിഞ്ഞപ്പോൾ വിധിയെ പഴിച്ച് വിലപിക്കാൻ തുടങ്ങി. ഇത് കണ്ട് രാവണപുത്രന്മാരായ ത്രിശിരസ്, അതികായൻ, ദേവാന്തകൻ, നരാന്തകൻ, മറ്റ് പ്രധാനികളായ മഹോദരൻ, മഹാപാർശ്വൻ, മത്തൻ, ഉന്മത്തൻ ഇങ്ങനെ 8 പേരും യുദ്ധത്തിന് തയ്യാറായി രാവണനെ കണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് ദുഃഖിക്കേണ്ട, ഞങ്ങൾ പോയി ശത്രുക്കളെ വധിച്ചു വരാം. രാവണൻ അവരെ അനുഗ്രഹിച്ച് ധാരാളം സൈന്യങ്ങളും ആയുധങ്ങളും നൽകി പറഞ്ഞുവിട്ടു. അതിൽ നരാന്തകനെ അംഗദനും ദേവാന്തകനെയും ത്രിശിരസിനെയും ഹനുമാനും, നീലൻ മഹോദരനെയും ഋഷഭൻ മഹാപാർശ്വനെയും മത്തനെയും ഉന്മത്തിനെയും മറ്റ് കവിപ്രവരന്മാരും അതിശക്തനായ അതികായനെ ലക്ഷ്മണകുമാരനും വധിച്ചു. ഇതോടെ അവശേഷിച്ച രാവണപുത്രനായ ഇന്ദ്രജിത്ത് യുദ്ധത്തിനിറങ്ങി. മായായുദ്ധത്തിൽ നിപുണനും ഇന്ദ്രനെ പോലും തോൽപ്പിച്ചവനുമായ മേഘനാഥൻ ബ്രഹ്മാസ്ത്രമെയ്ത് സകല വാനരപ്പടയെയും രാമലക്ഷ്മണന്മാരെയും വീഴ്ത്തി. ഇത് കണ്ട് ദേവന്മാരും താപസന്മാരും ആശയറ്റ് വിഷാദത്താൽ അയ്യോ കഷ്ടമെന്ന് പറഞ്ഞുപോയി. ദിഷ്ടശക്തി ഉടനെ അവിടെ പ്രവർത്തിച്ചു. എങ്ങനെ? വിഭീഷണൻ ആ സമയം പോർക്കളത്തിൽ ഇല്ലായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ബ്രഹ്മാസ്ത്രം ഏറ്റില്ല. ഇരുട്ട് പരന്നിരുന്നു. ജീവനുള്ളവർ ആരെങ്കിലും ഇക്കൂട്ടത്തിൽ ഉണ്ടോ എന്നറിയാനായി കൊള്ളി മിന്നിക്കൊണ്ട് അദ്ദേഹം പുറപ്പെട്ടു. ഹനുമാനാണെങ്കിൽ മുമ്പ് ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്രം ഏൽക്കുകയുണ്ടായി. ഒരു ചെറിയ മയക്കം. ബോധം വീണ്ടെടുത്ത് അദ്ദേഹവും പോർക്കളത്തിൽ ജീവനുള്ളവരെ തേടി നടന്നു. അവർ പരസ്പരം കണ്ടുമുട്ടി. ദുഃഖത്തോടെ വീണ്ടും നടന്നപ്പോൾ ബ്രഹ്മപുത്രനായ ജാംബവാനെ കണ്ടു. വിഭീഷണൻ ചോദിച്ചു, അങ്ങേക്ക് ജീവനുണ്ടോ? ചോര ശിരസിൽ നിന്ന് ഒലിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് കണ്ണു തുറക്കാൻ വയ്യ, ആരെയും കാണാനും സാധിക്കില്ല. എങ്കിലും ശബ്ദം കൊണ്ട് വിഭീഷണനാണെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം ചോദിച്ചു, ആട്ടെ, നമ്മുടെ വായുപുത്രൻ ഹനുമാൻ ജീവനോടെ ഉണ്ടോ? വിഭീഷണൻ അന്തിച്ചുപോയി. രാമലക്ഷ്മണന്മാരും മറ്റ് പ്രധാന വാനരനായകന്മാരും ചേതനയറ്റ് കിടക്കുന്നു. അതിൽ മാരുതിയെ മാത്രം ചോദിച്ചതെന്താണ്? അതെ, മാരുതി ജീവനോടെ ഉണ്ടെങ്കിൽ മറ്റെല്ലാവരും മരണത്തെ ജയിച്ചുവെന്ന് മനസ്സിലാക്കാം. ഉടനെ അടുത്തു നിന്ന് ഹനുമാൻ ജാംബവാനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ ഉണ്ടേ, മരിച്ചിട്ടില്ല. ഹേ വായുപുത്ര, അങ്ങ് കൈലാസത്തിൽ ഋഷഭപർവ്വതത്തിലേക്ക് പോകണം. അവിടെ വിശല്യകരണി, സന്താനകരണി, സുവർണകരണി, മൃതസഞ്ജീവനി എന്ന് 4 മരുന്നുകളുണ്ട്. ജീവനറ്റുകിടക്കുന്ന വാനരന്മാരെയും രാമലക്ഷ്മണന്മാരെയും ജീവിപ്പിക്കാൻ വേഗം അത് പറിച്ചുകൊണ്ടുവരിക. കേട്ട മാത്രയിൽ തന്നെ ഹനുമാൻ യാത്ര തിരിച്ചു. വിവരം ചാരന്മാർ മുഖേന രാവണൻ അറിഞ്ഞു. ഉടൻ തന്നെ അമ്മാവനായ കാലനേമിയെ കണ്ട് പറഞ്ഞു,
എൻ്റെ മകൻ ഇന്ദ്രജിത്ത് രാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും ബ്രഹ്മാസ്ത്രമേത് വീഴ്ത്തി അവരെ ജീവിപ്പിക്കാനായി ഹനുമാൻ ഔഷധങ്ങൾക്ക് വേണ്ടി ദ്രോണപർവ്വതത്തിലേക്ക് പോയിട്ടുണ്ട്. അങ്ങ് പോയി ഒരു മുനിവേഷം ധരിച്ച് ഹനുമാനെ മയക്കി കാലതാമസം വരുത്തണം. ഏതാണ്ട് 1.5 മണിക്കൂർ സമയം കഴിഞ്ഞാൽ പിന്നെ ആരും ജീവിക്കില്ല. ഇത് കേട്ട് കാലനേമി പറഞ്ഞു, അങ്ങേക്ക് വേണ്ടി മാരീചനെ പോലെ മരിക്കാൻ ഞാനും തയ്യാറാണ്. പക്ഷേ അങ്ങയുടെ പുത്രന്മാരും ബന്ധുക്കളുമെല്ലാം മരിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ അങ്ങ് കൊല്ലിച്ചു. അങ്ങേക്കിനി സീതയെ കൊണ്ടോ രാജ്യം കൊണ്ടോ ജീവിതം കൊണ്ടോ എന്ത് പ്രയോജനമാണ്? സീതയെ രാമന് നൽകി രാജ്യം വിഭീഷണന് കൊടുത്ത് വാനപ്രസ്ഥമനുഷ്ഠിച്ച് മുക്തനാവൂ. അജ്ഞാനം കൊണ്ട് സംസാരാമയെ തപ്തനായി ജന്മം പാഴാക്കാതെ നിർഗുണജ്ഞാനമൂർത്തിയായ പരമാത്മാവിനെ ആശ്രയിക്കൂ. നിർഗുണസ്വരൂപത്തിൽ മനസ്സുറപ്പിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ധ്യാനിക്കുന്നവർക്ക് അതാത് സ്വരൂപത്തിൽ ദർശനം കൊടുത്ത് അനുഗ്രഹിക്കുന്ന ശ്രീരാമദേവനെ തന്നെ ഭജിക്കൂ. പതിവ് പോലെ അമൃതതുല്യമായ കാലനേമിയുടെ ഉപദേശങ്ങൾക്ക് രാവണൻ യാതൊരു വിലയും കൽപ്പിച്ചില്ലെന്ന് മാത്രമല്ല, തീയിൽ എണ്ണയൊഴിച്ചതുപോലെ കോപം കൊണ്ട് ആളിക്കത്തി രാവണൻ പറഞ്ഞു, എൻ്റെ കൽപ്പനയെ അനുസരിക്കാൻ നിനക്ക് സാധിക്കില്ലെങ്കിൽ നീ ജീവനോടെ ഇരിക്കില്ല. ഈ ദുഷ്ടൻ്റെ കൈകൊണ്ട് മരിക്കുന്നതിൽ ഭേദം സൽഗതിക്കുള്ള വഴി തന്നെയാണ് ഇതെന്നുറച്ച് സത്യസ്വരൂപത്തെ വഞ്ചിക്കാനായി കാലനേമി പുറപ്പെട്ടു. ഹിമവാന്റെ സമീപത്ത് എത്തി മായ കൊണ്ട് ആശ്രമം നിർമ്മിച്ച് മായ കൊണ്ട് തന്നെ ശിഷ്യന്മാരെയും ഉണ്ടാക്കി മുനി വേഷധാരിയായി യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. ഹനുമാൻ അപ്പോഴേക്കും അവിടെ എത്തി. മുമ്പ് കണ്ടിട്ടില്ലാത്ത അതിരമണീയമായ ഒരു ആശ്രമമാണല്ലോ ഇത് എന്ന് ശങ്കിച്ച് ദാഹശമനത്തിനായി അദ്ദേഹം അവിടേക്ക് കയറി ചെന്നു. ലങ്കയിലേക്ക് ദൂതനായി പോകുമ്പോൾ ആഹാരത്തിനോ ജലപാനത്തിനോ സമയം കളയാതെ പോകണമെന്ന് പറഞ്ഞ് മൈനാകപർവ്വതത്തിൻ്റെ ആതിഥ്യം പോലും സ്വീകരിക്കാതെ നേരെ ലങ്കയിലേക്ക് വിട്ട ഹനുമാൻ ഇപ്പോൾ ദാഹം കൊണ്ട് വലഞ്ഞ് മായാമുനിയുടെ ആശ്രമത്തിലെത്തിയിരിക്കുന്നു. കാലനേമിയുടെ കാലം കഴിഞ്ഞതാവാം കാരണം. എന്തായാലും കാലനേമി മുനിയെ നമിച്ച് മാരുതി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദിവ്യദൃഷ്ടി കൊണ്ട് ഞാൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു. ലങ്കയിൽ വാനരന്മാരും രാമലക്ഷ്മണന്മാരും ബോധം വീണ്ടെടുത്ത് വീണ്ടും യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നു. നീ സാവകാശം വിശപ്പും ദാഹവും തീർത്ത് വിശ്രമിച്ചു പോയാൽ മതി. ഹനുമാൻ അല്പം ആശ്വാസമായി. കമണ്ഡലുവിലുള്ള ജലം കൊണ്ട് അദ്ദേഹത്തിന് ദാഹം ശമിച്ചില്ല. മുനി പറഞ്ഞു, അതാ അടുത്ത് വിശാലമായ തടാകമുണ്ട്, അതിലിറങ്ങി കണ്ണടച്ചുകൊണ്ട് വെള്ളം കുടിച്ചു വരൂ. ഞാൻ നിനക്ക് ഔഷധങ്ങൾ കാണാൻ കഴിവുണ്ടാക്കുന്ന മന്ത്രങ്ങൾ ഉപദേശിച്ചു തരാം. മുനിയോട് നന്ദി പറഞ്ഞുകൊണ്ട് വെള്ളം കുടിക്കാൻ പോയി. കണ്ണടച്ച് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കെ ഒരു വലിയ മകരമത്സ്യം മാരുതിയെ വിഴുങ്ങാനായി വന്നു. ശബ്ദം കേട്ട് കണ്ണു തുറന്നു. തന്നെ വിഴുങ്ങാൻ അതാ ഒരു വലിയ മകരമത്സ്യം നിൽക്കുന്നു. ഉടനെ തന്നെ ആ മകരിയുടെ വാ പിടിച്ച് 2ആയി പിളർന്നു. അന്തരീക്ഷത്തിൽ അതാ ഒരു അപ്സര സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഹനുമാനോട് പറഞ്ഞു, കപിശ്രേഷ്ഠ, ഞാൻ ശാപത്താൽ മകരിയായി തീർന്ന ധന്യമാലി എന്ന അപ്സര സ്ത്രീയാണ്. അങ്ങയുടെ കാരുണ്യത്താൽ എനിക്ക് ശാപമോക്ഷം ലഭിച്ചു. ആശ്രമത്തിൽ അങ്ങ് കണ്ട മുനി കാലനേമി എന്ന ദുഷ്ടരാക്ഷസനാണ്. അവനെ വധിച്ച് ദിവ്യൌഷധങ്ങൾ ശേഖരിച്ച് അങ്ങ് വേഗം ലങ്കയിലേക്ക് മടങ്ങൂ എന്ന് പറഞ്ഞിട്ട് അവൾ ദേവലോകത്തേക്ക് പോയി. ഹനുമാൻ വേഗം ആശ്രമത്തിലേക്ക് തിരിച്ചു. മുനി ചോദിച്ചു, വരാൻ വൈകിയതെന്താണ്? വേഗം വരൂ, ദക്ഷിണ നൽകി എന്നിൽ നിന്നും മൂലമന്ത്രം സ്വീകരിക്കൂ. ഇതാ എൻ്റെ ദക്ഷിണ എന്ന് പറഞ്ഞുകൊണ്ട് മുഷ്ടി ചുരുട്ടി കാലനേമിയുടെ തലയ്ക്ക് ഒരു ഇടി വെച്ചു കൊടുത്തു. അതോടെ കാലനേമിയുടെ കഥയും കഴിഞ്ഞു. ഹനുമാൻ അതിവേഗത്തിൽ ദ്രോണപർവ്വതത്തിലേക്ക് കുതിച്ചു. ഔഷധങ്ങൾ ഒന്നും കണ്ണിൽപ്പെട്ടില്ല. പർവ്വതം തന്നെ അടർത്തിയെടുത്ത് നിമിഷം കൊണ്ട് ലങ്കയിലെത്തി. ഔഷധത്തിൻ്റെ കാറ്റ് തട്ടിയപ്പോൾ തന്നെ എല്ലാവരും ഉറങ്ങി എഴുന്നേറ്റവരെ പോലെ എഴുന്നേറ്റു.
രാക്ഷസന്മാരുടെ മൃതദേഹങ്ങളെല്ലാം സമുദ്രത്തിൽ തള്ളിയതുകൊണ്ട് അവരാരും ഒട്ട് ജീവിച്ചതുമില്ല. അതും ദൈവനിയോഗം. ഹനുമാൻ വീണ്ടും അരനിമിഷം കൊണ്ട് ഔഷധപർവ്വതം തിരിച്ച് തൽസ്ഥാനത്ത് വെച്ച് മടങ്ങി വന്നു. ധർമ്മത്തെ രക്ഷിച്ചാൽ ധർമ്മം രക്ഷിക്കുന്നവരെ എങ്ങനെയും രക്ഷിക്കും. ദുഷ്ടശക്തികളെ ഇല്ലാതാക്കാൻ മരണവക്ത്രത്തിലകപ്പെട്ടവരെ പോലും ഇതാ രക്ഷിച്ചിരിക്കുന്നു. പുരുഷാർത്ഥത്തിൻ്റെ അടിസ്ഥാനശിലയായ ധർമ്മത്തിൽ വിശ്വസിക്കൂ, ധർമ്മം ആചരിക്കൂ, ജീവിത സാഫല്യമടയൂ. ഹരേ രാമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. ഹരി ഓം തത്സത്. ജയ ഗുരു.